മഴ തോരും മുമ്പിട്ട് ചെറിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന എല്ലാ രീതിയിലും അലീന അതായത് നമ്മുടെ ലാലിച്ചനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് തുടങ്ങി അയാൾ എന്ത് പറയണോ അതിനെതിരായിട്ടാണ് അലീന ചെയ്യുന്നത്. താഴത്ത് പോയ ചിക്കൻ പീസ് എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ന്യായം പറയുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാൻ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്റ്റാൻലിക്ക് മിണ്ടാൻ പറ്റാണ്ടായി. അതിനുശേഷം റൂമിൽ ചെന്നിരുന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മനുവിനെ വിളിക്കിനെ, ഞാൻ തനിച്ചായി മനുവേട്ടാ, മനുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനും ഏതിനും എത്ര വിഷമമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. കമലാണെങ്കിൽ അലീന പോയ സന്തോഷമാണെങ്കിലും അപ്പം അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മനുവിനോട്, വെല്ലിച്ചനും അച്ഛനും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയണ്ട. എൻ്റെ മോനെ കയ്യും കലാശവും കാണിച്ചും കഴിഞ്ഞിട്ട് മയക്കിയതെന്ന് മറ്റൊരുത്തി ജയിലിലാക്കി. ഇവളാണെങ്കിലും പഠിച്ച കള്ളീന് മുത്തം കള്ളീന്നൊക്കെ പറയും. അതോടുകൂടി മനുവിന് ദേഷ്യം വരുന്നുണ്ട്. പോയി നമ്മുടെ കമലനെ തിന്നാനുള്ള ദേഷ്യത്തോടെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. കമല അത് കണ്ടിട്ട് പേടിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെല്ലിച്ചനോട് ഹൃദയവേദനയോടെ ഇങ്ങനെ പറയുന്നു, അവൾ പോണത് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു വെല്ലിച്ച, പക്ഷെ അതെൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എനിക്ക് അവൾ പോണത് കാണാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മനുവിന് അലീനനെ ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം നമ്മുടെ ഗംഗേട്ടന് മനസ്സിലാവണ്. എന്തായാലും മനു പിന്നെ ഭയങ്കര വിഷമമായിട്ട് ഒരു പ്രത്യേക തരം ഫീലിംഗ് ആയിരുന്നു മനുവിന്. അലീന ഉള്ളപ്പോൾ അത്രയ്ക്കും അറിഞ്ഞിരുന്നില്ല, പോയപ്പോഴാണ് ആ ശൂന്യത മനസ്സിലാവുന്നത്. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ ഭയങ്കര സങ്കടവും വിഷമമൊക്കെയാണ്. വൈജയന്തി മാത്രം ബാലചന്ദ്രൻ പോയത് അലീനനായിട്ട് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാനെന്നുള്ള ഒരൊറ്റ വിചാരത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അവിടെ പോയിട്ട് വന്നില്ലല്ലോ വീട്ടിലേക്ക്, അപ്പോൾ ഇത്രയും നേരമായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രനും അലീനയും കൂടി ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുന്നുള്ളൊരു വിചാരത്തിൽ തന്നെ മക്കളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ആവട്ടെ, അമ്മനെ തിരുത്താൻ ഇനി കഴിയില്ല. അപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ എന്ന് ചേട്ടത്തി അനിയത്തിയും കൂടെ തീരുമാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.